In nomine Patris et Filii et Spiritus Sancti. Amen. Ave Maria, gratia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. ശിഥിലീകരണ സൂനോദോസ് പരമ്പരയിലെ 15ാമത്തെ എപ്പിസോഡ്. പരിശുദ്ധ കത്തോലിക്ക സഭയിലെ ആരാധനാക്രമങ്ങളെ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനാക്രമത്തെ അട്ടിമറിക്കാൻ തയ്യാറാക്കിയ ഫ്രീമാസൺ അജണ്ട കത്തോലിക്ക തിരുസഭയിൽ നടപ്പിലാക്കാൻ രണ്ടാം വത്തിക്കാൻ സൂനോദോസിലൂടെ മോൺസിഞ്ഞോർ അന്നിബലെ ബുഞ്ഞിനി എന്ന ഫ്രീമാസൺ ലോഡ്ജ് അംഗമായ കത്തോലിക്ക പുരോഹിതന് സാധിച്ചു. ഫാദർ മൊന്തിനി, ഫാദർ അഗസ്റ്റിൻ ബേയ, മോൺസിഞ്ഞോർ അന്നിബലെ ബുഞ്ഞിനി എന്നിവർ 12ാം പീയൂസ് മാർപ്പാപ്പയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ശിഥിലീകരണത്തിന് അന്നേ തന്നെ വഴി ഒരുക്കി തുടങ്ങിയിരുന്നു. ജോൺ 23ാമൻ മാർപ്പാപ്പയും പോൾ 6ാമൻ മാർപ്പാപ്പയും മോൺസിഞ്ഞോർ അന്നിബലെ ബുഞ്ഞിനിക്ക് പൂർണ്ണ പിന്തുണ നൽകി. രണ്ടാം വത്തിക്കാൻ സുനോദോസിന് ശേഷം പോൾ 6ാമൻ മാർപ്പാപ്പ പരിശുദ്ധ കുർബാനക്രമങ്ങളെ ഫാദർ അന്നിബലി ബുഞ്ഞിനി തയ്യാറാക്കിയതിനനുസരിച്ച് അത് അതിവേഗം മാറ്റുകയും നോവുസ് ഓർദോ മിസാൾ പുറത്തിറക്കുകയും ചെയ്തു. കുവാപ്രിമും എന്ന 5ാം പീയൂസ് മാർപ്പാപ്പയുടെ ബൂളയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഒരിക്കലും മാറ്റാൻ പാടില്ലാത്ത ഈ കുർബാനക്രമം മാറ്റിമറിച്ചത്, അതും 6 പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർമാരുടെ സഹായത്തോടെ. നോവുസ് ഓർദോ മിസ്സെ നടപ്പിലാക്കിയപ്പോൾ ഈ കുർബാനക്രമത്തിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ച് കർദിനാൾ ബാച്ചി, കർദിനാൾ ഒത്താവാനി എന്നിവർ 1969 സെപ്റ്റംബർ 25 പോൾ 6ാമൻ മാർപ്പാപ്പയ്ക്ക് ഒരു കത്തെഴുതിയിരുന്നു. ആ എഴുത്തിനെ ആസ്പദമാക്കി ബ്രസീലിലെ കാമ്പോസ് രൂപതയിലെ വൈദികർ തയ്യാറാക്കിയ 62 ക്രിട്ടിക്കൽ ഇവാലുവേഷനിലെ ആദ്യത്തെ 20 കാരണങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശകലനം ചെയ്തതാണ്. ഇന്ന് നാം മനസ്സിലാക്കുന്നത് അടുത്ത 20 പോയിന്റുകളെക്കുറിച്ചാണ്, അതായത് 21 മുതൽ 40 വരെയുള്ള പോയിന്റുകൾ. 21ാമത്തെ, നോവുസ് ഓർദോ മിസ്സയിൽ വൈദികൻ കുദാശ വചനങ്ങൾ ഉച്ചരിക്കുന്ന രീതി വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത് കുദാശ വചനങ്ങൾ പ്രൊട്ടസ്റ്റന്റ് ആശയപ്രകാരം മാറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ്. കർത്താവിൻ്റെ കാൽവരി ബലിയുടെ പുനരാവർത്തനം എന്ന അർത്ഥം വരുന്നതും കത്തോലിക്ക ദൈവശാസ്ത്രമനുസരിച്ചുള്ള റിയൽ പ്രസൻസ് സൂചിപ്പിക്കുന്നതുമായ കുദാശ വചനങ്ങളിൽ മാറ്റം വരുത്തി അത് വെറുമൊരു ഓർമ്മയാചരണം മാത്രമാണ് എന്ന് അർത്ഥം വരുന്ന പ്രൊട്ടസ്റ്റന്റ് ആശയപ്രകാരമുള്ള വചനങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ഉദാഹരണത്തിന്, അർപ്പിക്കപ്പെടാനിരിക്കുന്ന തിരുശരീരം, ചിന്തപ്പെടാനിരിക്കുന്ന ഉടമ്പടിയുടെ പാനപാത്രം, എറ്റ്സെട്ര ആൻഡ് എറ്റ്സെട്ര. 22, നോവുസ് ഓർദോ മിസ്സയിലെ ഗുരുതരമായ മറ്റൊരു മാറ്റം പരിശുദ്ധ കുർബാന വെറും അന്ത്യത്താഴ ആചരണം മാത്രമാണ് എന്ന പ്രൊട്ടസ്റ്റന്റ് ആശയം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വിശ്വാസികളിലേക്ക് പകർന്നു കൊടുക്കത്തക്ക വിധം അതിലെ പ്രാർത്ഥനകൾ ക്രമീകരിച്ചിരിക്കുന്നു എന്നതാണ്. എന്നാൽ കത്തോലിക്ക ദൈവശാസ്ത്രമനുസരിച്ച് പരിശുദ്ധ കുർബാന പാപങ്ങൾ പോക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കുരിശിലെ ബലിയുടെ പുനരാവർത്തനമാണ്. ഈ കത്തോലിക്ക ഡോക്ട്രിൻ ആണ് നോവുസ് ഓർദോ മിസ്സയിലൂടെ തകർക്കപ്പെട്ടത്. 23, നോവുസ് ഓർദോ മിസ്സയിലൂടെ വന്ന മാറ്റങ്ങൾ. 1, അൾത്താരയ്ക്ക് പകരം തിരുവത്താഴമേശ സ്ഥാപിക്കപ്പെട്ടു. സക്രാരിക്ക് അഭിമുഖമായി നിന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്ന വൈദികൻ ജനങ്ങൾക്ക് അഭിമുഖമായി പരിശുദ്ധ കുർബാന അർപ്പിച്ചു തുടങ്ങി. 3, പരിശുദ്ധ കുർബാന മുട്ടുകുത്തി നിന്ന് നാവിൽ സ്വീകരിക്കുന്നതിന് പകരം കൈകളിൽ കൊടുക്കാൻ തുടങ്ങി. 4, പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്ര പഠനങ്ങൾ നോവുസ് ഓർദോ മിസ്സയിലൂടെ കത്തോലിക്കരിലേക്ക് അവരറിയാതെ തന്നെ പകരപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
അവ ഏതെല്ലാമാണെന്ന് നമുക്ക് വിശകലനം ചെയ്യാം. എ. പരിശുദ്ധ കുർബാന അന്ത്യ അത്താഴം മാത്രമാണ്, കർത്താവിൻ്റെ കുരിശിലെ ബലിയുടെ പുനരാവർത്തനമല്ല. ബി. പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ അസംബ്ലിയുടെ ഒരു ലീഡർ അഥവാ പ്രസിഡന്റ് മാത്രമാണ്. സി. പരിശുദ്ധ കുർബാന ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവുമല്ല, മറിച്ച് ഒരു അപ്പക്കഷ്ണം മാത്രമാണ് എന്നീ പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങളാണ് നോവൂസ് ഓർദോ മിസയിലൂടെ കത്തോലിക്ക വിശ്വാസികളിലേക്ക് പകരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 24. നോവൂസ് ഓർദോ മിസയിലെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പരിശുദ്ധ കുർബാന യേശുക്രിസ്തു ദൈവപിതാവിന് അർപ്പിച്ച ബലിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവ എഴുതപ്പെട്ടിരിക്കുന്നു. കത്തോലിക്ക തിരുസഭയുടെ പ്രബോധനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തെറ്റായ പ്രബോധനങ്ങളിൽ അധിഷ്ഠിതമാണ് നോവൂസ് ഓർദോ മിസയിലെ പ്രാർത്ഥനകൾ എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് പ്രൊട്ടസ്റ്റന്റുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ലാ ക്രോയിസ്, 10 ഡിസംബർ 1969. 25. നോവൂസ് ഓർദോ മിസയുടെ ആവിഷ്കാരത്തിൻ്റെ പരിണിതഫലമെന്താണ്? വലിയൊരു വഴിത്തെരുവിനെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നതാണ്. ഒന്നുകിൽ നോവൂസ് ഓർദോ മിസയിലെ ആരാധനയിലൂടെ ഒരു പ്രൊട്ടസ്റ്റന്റായി ജീവിക്കുക, അല്ലെങ്കിൽ ട്രഡീഷണൽ കുർബാനയിലൂടെ പരമ്പരാഗതമായ നമ്മുടെ കത്തോലിക്ക വിശ്വാസം കാത്തു സംരക്ഷിക്കുക. ഈ രണ്ട് വഴികളിൽ ഏതെങ്കിലും ഒന്ന് നാം തിരഞ്ഞെടുത്തേ മതിയാകൂ. കാരണം ലെക്സ് ഒറാന്തി ലെക്സ് ക്രെദെന്തി, വിശ്വസിക്കുന്നതാണല്ലോ നാം പ്രാർത്ഥിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് ഒരിക്കലും പ്രൊട്ടസ്റ്റന്റുകാരെ പോലെ പ്രാർത്ഥിക്കാനും അതേസമയം തന്നെ കത്തോലിക്ക തിരുസഭയിൽ വിശ്വസിക്കാനും സാധിക്കുകയില്ല എന്ന് നാം കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞതാണ്. 26. പരിശുദ്ധ കുർബാനയ്ക്ക് പ്രൊട്ടസ്റ്റന്റുകാർ എന്ത് നിർവചനമാണോ നൽകിയിരിക്കുന്നത് അത് തന്നെയാണ് നോവൂസ് ഓർദോ മിസയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് നൽകിയിരിക്കുന്ന നിർവചനം. അതായത് കർത്താവിൻ്റെ തിരുവത്താഴം, വിശുദ്ധ കൂട്ടായ്മ, വിശുദ്ധ ഭോജനാചരണം, അല്ലെങ്കിൽ ഒരു പുരോഹിതൻ്റെ നേതൃത്വത്തിൽ കർത്താവിൻ്റെ തിരുവത്താഴത്തെ അനുസ്മരിക്കാൻ നടത്തപ്പെടുന്ന ദൈവജനത്തിൻ്റെ കൂട്ടായ്മ എന്നിങ്ങനെ നീളുന്നു ഈ നിർവചനങ്ങൾ. റെഫറൻസ്: ഇൻട്രൊഡക്ഷൻ ടു ദ ന്യൂ മിസാൽ, ഡിഫൈനിങ് ദ ന്യൂ മാസ്, പാരാ 7, 6 ഏപ്രിൽ 1969. 27. തിരുവചനം ഇപ്രകാരം പറയുന്നു: Cursed be the double tongue, for they destroy the peace of many. സിറാക് 28:13. പരദൂഷകനും ഏഷ്ണിക്കാരനും ശപിക്കപ്പെട്ടവർ, സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട് എന്ന്. അവസരമനുസരിച്ച് മാറ്റി പറയുന്നവൻ, ശപിക്കപ്പെട്ടവൻ എന്ന വചനം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രൊട്ടസ്റ്റന്റുകാരെയും കത്തോലിക്കരെയും ഒരുപോലെ പ്രീതിപ്പെടുത്തും വിധത്തിൽ ബഹുമുഖമായി വ്യാഖ്യാനിക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ ഒരുതരം അംബീഗ്വസ് ഭാഷാശൈലിയാണ്, അത് വത്തിക്കാൻ II ശൈലി എന്ന് വേണമെങ്കിൽ പറയാം, നോവൂസ് ഓർദോ മിസെ വിശദീകരിച്ചിരിക്കുന്നത്. ദൈവം ഒരു തരത്തിലുള്ള ഹൈപ്പോക്രസിയും ഇഷ്ടപ്പെടുന്നില്ല. ഇത്തരം സമീപനങ്ങൾ ദൈവത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. 28. പരമ്പരാഗതമായി കത്തോലിക്ക തിരുസഭയിൽ ഉപയോഗിച്ചിരുന്നതും എല്ലാവർക്കും അറിയാവുന്നതും ഭക്തിസാന്ദ്രവുമായി എഴുതപ്പെട്ടതുമായ ആരാധനാഗീതങ്ങൾ നോവൂസ് ഓർദോ മിസയിൽ നിന്നും ഇല്ലായ്മ ചെയ്യുകയും പകരം പ്രൊട്ടസ്റ്റന്റ് പാട്ടുകൾ ഉപയോഗിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ ഗ്രിഗോറിയൻ ചാൻറ്റും ഹെവൻലി മ്യൂസിക്സും എല്ലാം എടുത്തു മാറ്റി അതിന് പകരം ചടുലതയുള്ളതും റോക്ക് മ്യൂസിക്കിനും ബ്രേക്ക് ഡാൻസിനും ഉപയോഗിക്കുന്ന മ്യൂസിക്കുകൾ ഉപയോഗിച്ച്, പാട്ടുപെട്ടിയും എല്ലാം ഉപയോഗിച്ച് പ്രൊട്ടസ്റ്റന്റുകാരുടെ പാട്ടുകൾ, യുവജനങ്ങളെ ഹരം പിടിപ്പിക്കുന്ന പാട്ടുകൾ ആണ് ഇപ്പോൾ നമുക്ക്
കുർബാന മധ്യേ കേൾക്കാൻ സാധിക്കുന്നത്. ഈ പാട്ടുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് പരിസരബോധം വരെ നഷ്ടപ്പെട്ടിരിക്കും. പരിശുദ്ധ കുർബാനയിൽ തന്നെയാണോ നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് സംശയം ജനിപ്പിക്കത്തക്ക വിധം വികാരഭരിതമാണ് ഇത്തരം പാട്ടുകൾ. 29. നോവൂസ് ഓർദോ മിസ്സയിൽ ഉപയോഗിച്ചിരിക്കുന്ന അംബിഗ്വിറ്റീസ് അഥവാ അവ്യക്ത ഭാഷാശൈലി എന്ന് വെച്ചാൽ ഒരു കാര്യം പലതരത്തിൽ വ്യാഖ്യാനിക്കുന്ന രീതി വളരെ തന്ത്രപൂർവമാണ് പാഷാണ്ഡതയിലേക്ക് നയിക്കുന്നത്. ഇത്തരം അംബിഗ്വസ് ഭാഷാശൈലി പാഷാണ്ഡതയേക്കാൾ അപകടകാരികളാണ് എന്നോർക്കുക. കാരണം സത്യത്തോട് സാദൃശ്യം തോന്നിക്കത്തക്ക വിധത്തിലാണ് ഇത്തരം പാഷാണ്ഡതകളുടെ കടന്നുകയറ്റം. 30. യേശുക്രിസ്തുവിന് ഒരേ ഒരു മണവാട്ടിയേ ഉള്ളൂ, അത് പരിശുദ്ധ കത്തോലിക്ക സഭയാണ്. അതുകൊണ്ട് അവളുടെ ആരാധന അവളോട് ശത്രുതയുള്ള മതങ്ങളോടൊപ്പമാകരുത്. നോവൂസ് ഓർദോ മിസ്സയിലാകട്ടെ സഭയുടെ ശത്രുക്കളായ വിഘടിത ശീഷ്മാറ്റിക് സഭകളോടൊപ്പം തിരുസഭ ആരാധിക്കത്തക്ക വിധം ആരാധനക്രമങ്ങൾ മാറ്റിയിരിക്കുന്നു. കൂടാതെ ഇൻകൾച്ചറൈസേഷൻ സാംസ്കാരിക നിരൂപണത്തിൻ്റെ ചുവട് പിടിച്ച് മതാനുകരണവും ഇന്ന് നടപ്പിലാക്കിയിരിക്കുന്നു. ഒന്നും കൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ കുർബാന മധ്യേ വിജാതിയർ അവരുടെ ദേവീദേവന്മാരെ ആരാധിക്കുന്ന രീതികൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. കേരളം അതിലും അഡ്വാൻസായി യോഗയിലൂടെ ആത്മസായുജ്യം, ആത്മരക്ഷ പ്രാപിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന കുറേ വൈദികർ യോഗ കുർബാനയും നടത്തിക്കൊണ്ടിരിക്കുന്ന ദയനീയ അവസ്ഥയാണ് നാം ഇന്ന് കാണുന്നത്. 31. നോവൂസ് ഓർദോ മിസ്സയിൽ ക്രാൻമേഴ്സ് ഹെറിറ്റിക്കൽ ആംഗ്ലിക്കൻ മാസ് അഥവാ ആംഗ്ലിക്കൻ പാഷാണ്ഡത കുർബാനയുടെ ഫോർമാറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോവൂസ് ഓർദോ മിസ്സയെ പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ഹെറിറ്റിക്സിൻ്റെ അഥവാ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ അതേ രീതികളാണ്. 32. ആംഗ്ലിക്കൻ ശീഷ്മയുടെ കാലത്ത് അവരുടെ പുതുക്കിയ ആരാധനാക്രമത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ രക്തസാക്ഷികളായ അനേകം സത്യ കത്തോലിക്ക വിശ്വാസികളെ തിരുസഭ ഇന്ന് വണങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആംഗ്ലിക്കൻ ആരാധനാ രീതികൾ ഉൾപ്പെടുത്തി നവീകരിക്കപ്പെട്ട നോവൂസ് ഓർദോ മിസ്സയിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ഒരു യഥാർത്ഥ കത്തോലിക്ക വിശ്വാസിയെ അവൻ്റെ മനസാക്ഷി തന്നെ തടയുന്നു. 33. നോവൂസ് ഓർദോ മിസ്സയും പ്രൊട്ടസ്റ്റന്റ് ആരാധനാക്രമങ്ങളും ഒരുപോലെയാക്കപ്പെട്ടത് കത്തോലിക്ക തിരുസഭയിലേക്ക് തിരിച്ചു വരുന്നവർക്ക് ഒരു സ്കാൻഡലാണ്, ഇടർച്ചയാണ്. അവിടെ ആരാധിച്ചതുപോലെ തന്നെയാണ് ഇവിടെയും ആരാധിക്കുന്നത്. കാരണം കത്തോലിക്ക തിരുസഭയും പ്രൊട്ടസ്റ്റന്റ് വിഭാഗവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന അവസ്ഥയാണ് നോവൂസ് ഓർദോ മിസ്സയിലൂടെ സംജാതമായിരിക്കുന്നത്. അതുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട് കത്തോലിക്ക തിരുസഭയിലേക്ക് തിരിച്ചു വന്ന ജൂലിയൻ ഗ്രീൻ ചോദിച്ചത്, വൈ ഡിഡ് വി കൺവേർട്ട്? എന്തുകൊണ്ട് ഒരു പ്രൊട്ടസ്റ്റന്റുകാരൻ കത്തോലിക്ക തിരുസഭയിലേക്ക് മാനസാന്തരപ്പെടണം എന്നാണ്. 34. നോവൂസ് ഓർദോ മിസ്സയെ ആവിഷ്കരിക്കപ്പെട്ടതിന് ശേഷം കത്തോലിക്ക തിരുസഭയിലേക്ക് മാനസാന്തരങ്ങൾ കൂടുകയല്ല കുറയുകയാണ് ചെയ്തത് എന്നാണ്. പ്രതിവർഷ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയിൽ തന്നെ ഒരു വർഷത്തിൽ 1,00,000 മാനസാന്തരങ്ങൾ ഉണ്ടായിരുന്നത് 10,000-ത്തേക്കാൾ കുറഞ്ഞു. കത്തോലിക്ക തിരുസഭയിലേക്ക് വരുന്നവരേക്കാൾ കൂടുതൽ സഭ വിട്ടു പോകുന്നവരാണ് ഇന്ന്. 35. ട്രഡീഷണൽ മാസ് അനേകം വിശുദ്ധർക്ക് ജന്മം നൽകിയിട്ടുണ്ട്. അവരെ യഥാർത്ഥ ഭക്തിയിൽ വളർത്തുകയും ഈശോയുടെ ശരീരരക്തങ്ങളാൽ സമൃദ്ധമായി പോഷിപ്പിക്കുകയും ചെയ്തു എന്ന് പോൾ 6 മാർപ്പാപ്പ തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ മിസാലെ റൊമാനം പോപ്പ് പോൾ 6. 36. ട്രഡീഷണൽ കുർബാന പരികർമ്മം ചെയ്തിരുന്ന കാലത്ത്
കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന ഒന്നാണ് പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുക എന്നത്. എന്നാൽ നോവുസ് ഓർദോ മിസയിലെ പല രീതികളും പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുക എന്നവയാണ്. ഉദാഹരണം, കുർബാന കൈകളിൽ സ്വീകരിക്കുക, പരിശുദ്ധ കുർബാന ആത്മായരിലൂടെയും സ്ത്രീകളിലൂടെയും സിസ്റ്റേഴ്സിലൂടെയും വിതരണം ചെയ്യുക, ഗ്ലോവ്സ് ഇട്ട കൈകളിൽ ദിവ്യകാരുണ്യേശോയെ വിതരണം ചെയ്യുക, കൊടിലുപയോഗിച്ച് വിതരണം ചെയ്യുക, മെഷീൻ ഉപയോഗിച്ച് വിതരണം ചെയ്യുക, കവറുകളിൽ പാക്കറ്റായി പള്ളിയുടെ പുറത്തിരിക്കുന്ന ഡെസ്കിൽ വെച്ചിട്ട് കുർബാന കഴിഞ്ഞ് പോകുന്നവർ ഒരു കവർ എടുത്തുകൊണ്ട് പോയി അവരുടെ കാറുകളിൽ ഇരുന്ന് അത് ഇടത് കൈ കൊണ്ടും വലത് കൈ കൊണ്ടൊക്കെ എടുത്ത് കഴിക്കുന്നതിന് ശേഷം കവർ വലിച്ചെറിയുന്നു. അതിനകത്ത് എന്തുമാത്രം തിരുവോസ്തിയുടെ കഷ്ണങ്ങളുണ്ടായിരിക്കാം. ഓരോ പൊടിയും യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നതാണ് കത്തോലിക്ക തിരുസഭ. ദിവ്യകാരുണ്യ യേശുവിനെ ഇത്രയും അപമാനിച്ച ഒരു ചരിത്രം സഭയിലുണ്ടായിട്ടില്ല. നോവുസ് ഓർദോ മിസയുടെ അവതരണ രീതി തന്നെ ട്രഡീഷണൽ കുർബാന ക്രമത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഈ പുതിയ ആരാധനാക്രമം ജനങ്ങളെ ഒരു പുതിയ വിശ്വാസ രീതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. അവർ അവതരിപ്പിക്കുന്ന ഒരു പുതുമ കത്തോലിക്ക വിശ്വാസമേ അല്ല. നോവുസ് ഓർദോ മിസെ മോഡേണിസത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. മോഡേണിസ്റ്റ് ആശയങ്ങളും രീതികളുമാണ് നോവുസ് ഓർദോ മിസയിൽ ഉള്ളത്. മാത്രമല്ല, അവ്യക്തമായ ടെർമിനോളജികൾ ഉപയോഗിച്ച് നോവുസ് ഓർദോ മിസയുടെ വക്താക്കൾ മോഡേണിസത്തെ തിരുസഭയിലേക്ക് തള്ളി കയറ്റിക്കൊണ്ടിരിക്കുന്നു. 38 പരിശുദ്ധ കുർബാനയോട് വിശ്വാസമില്ലായ്മയും ബഹുമാനമില്ലായ്മയും ആഗോള കത്തോലിക്ക തിരുസഭയിൽ ഒരു അർബുദം പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണിതിന് കാരണം? നോവുസ് ഓർദോ മിസയെ പരികർമ്മം ചെയ്യുന്നതിൽ യൂണിറ്റി ഉണ്ടാകണം എന്ന് നിഷ്കർഷിക്കുന്നില്ല എന്നത് തന്നെ. ഓരോ വൈദികനും അവരവരുടെ ഭാവനയ്ക്കും ക്രിയാത്മകതയ്ക്കും അനുസൃതമായി ആരാധനാക്രമങ്ങളിൽ മാറ്റം വരുത്താൻ നോവുസ് ഓർദോ മിസെ വൈദികരെ അനുവദിക്കുന്നുണ്ട് എന്നത് ഏറെ അപകടമാണ്. ഉദാഹരണം, ഓരോ രൂപതയിലെ ഇടവകകളും പല വിധത്തിൽ പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുന്നത്. ഇന്ന് ചങ്ങനാശ്ശേരിയിൽ കുർബാന അർപ്പിക്കുന്നത് പോലെയല്ല സീറോ മലബാറിൽ, എറണാകുളവും ഇരിഞ്ഞാലക്കുടയും തൃശ്ശൂരും പാലക്കാടും അർപ്പിക്കുന്നത്. ഒരു രൂപതയിൽ തന്നെ പല ഇടവകയിലെ വൈദികർ പലതരത്തിൽ കുർബാന അർപ്പിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ ഒരു വിചിത്ര പ്രതിഭാസമാണ്. 39 പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ പാരമ്പര്യങ്ങൾ പിന്തുടരുന്ന വളരെയധികം കാത്തലിക് തിയോളജിയൻസും കാനോണിസ്റ്റും വൈദികരും നോവുസ് ഓർദോ മിസെ അംഗീകരിക്കുന്നില്ല. അവർ ആവർത്തിച്ച് പറയുന്ന കാര്യം ബോധപൂർവം നോവുസ് ഓർദോ മിസയെ പരികർമ്മം ചെയ്യാൻ അവരുടെ മനസാക്ഷി അവരെ അനുവദിക്കുന്നില്ല എന്നാണ്. അതിൻ്റെ കാരണം നമ്മൾ തുടക്കത്തിൽ തന്നെ വിശകലനം ചെയ്തതാണ്. ലെക്സ് ഒറാന്തി, ലെക്സ് ക്രദേന്തി. നമ്മൾ വിശ്വസിക്കുന്നതാണല്ലോ പ്രാർത്ഥിക്കുന്നത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരു വൈദികൻ ഒരിക്കൽ പ്രൊട്ടസ്റ്റന്റുകാരെ പോലെ പ്രാർത്ഥിക്കാനും അതേസമയം തന്നെ കത്തോലിക്ക തിരുസഭയിൽ വിശ്വസിക്കാനും സാധിക്കുകയില്ല. 40
നോവുസ് ഓർദോ മിസയിൽ നിന്നും ജെനുഫ്ലക്ഷൻസ് ഇല്ലാതാക്കി 33 പ്രാവശ്യം മുട്ടുകുത്തി ആരാധിച്ചിരുന്നത് 3 പ്രാവശ്യമായി കുറച്ചു. അടുത്തതാണ് വൈദികരുടെ വിരലുകളുടെ ശുദ്ധീകരണം. അതായത് ഈ കുദാശാവചനങ്ങളുടെ പരികർമ്മത്തിന് ശേഷം കൈവിരലുകൾ, നമ്മൾ തന്തവിരലും ചൂണ്ടുവിരലും കൂട്ടിപ്പിടിച്ച് സൂക്ഷിക്കേണ്ട ഒരു രീതിയുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രത്തിലേതുപോലെ. അതായത് തന്തവിരലും ചൂണ്ടുവിരലും കൂട്ടിച്ചേർന്ന് തിരുവോസ്തി പിടിച്ചതിന് ശേഷം ഈ വിരലുകൾ കൊണ്ട് മറ്റൊന്നും തൊടാൻ പാടില്ല. പരിശുദ്ധ കുർബാന കൊടുത്തതിന് ശേഷം ആ വിരലുകൾ കാസയിൽ തന്നെ കഴുകി തുടച്ചതിന് ശേഷമേ കൈവിരലുകൾ വിടർത്തുകയുള്ളൂ. ഈ ഒരു കാര്യം നോവുസ് ഓർദോ മിസയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. വിശുദ്ധരുടെ തിരുശേഷിപ്പ് പതിപ്പിച്ച ബലിയർപ്പണ കല്ലുകളുള്ള അൾത്താരകൾ നോവുസ് ഓർദോ മിസയിൽ ഇല്ല. 3 അൾത്താര വിരികൾ ഇടുന്ന രീതിയിൽ നിന്നും മാറി ഒരു വിരി മാത്രം ഇടുന്ന രീതി വന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം, യേശുവിൻ്റെ ശാരീരിക സാന്നിധ്യം, റിയൽ പ്രസൻസ് പരിശുദ്ധ കുർബാനയിൽ ഉണ്ട് എന്ന വിശ്വാസ സത്യം നോവുസ് ഓർദോ മിസയിലൂടെ വളരെ വിദഗ്ധമായി തുടച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. 41 മുതലുള്ള അട്ടിമറികൾ, മാറ്റങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. ക്രേദോ ഇൻ സ്പിരിറ്റും സാങ്ക്തം, സാങ്ക്തം എക്ലീസിയാം കത്തോലിക്കാം, സാങ്ക്തോറം കൊമ്യൂണിയോണം, റെമിസിയോണം പെക്കത്തോറം, കാർണിസ് റെസറക്സിയോണം വിതാം എത്തർനാം. ആമേൻ. Gloria Patri et Filio et Spiritui Sancto, sicut erat in principio, et nunc et semper et in saecula saeculorum. Amen. Ave Maria. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന കേരളത്തിലെ വിശ്വാസ സമൂഹമേ, ലോകവിജ്ഞാനത്തിന്റെ തിരതലലിൽ ഗുരുവിനെ മറന്നുപോയവരുടെ പഠനങ്ങളാൽ ചിന്തകളിൽ അസ്വസ്ഥരാകേണ്ട. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വാക്കുകളിലും വാചകങ്ങളിലും വിജ്ഞാന കസർത്തു നടത്തി പ്രമാണങ്ങൾ ലംഘിക്കാൻ ആരു തന്നെ പറഞ്ഞാലും അത് പാപമാണ്. യോഗ, റൈക്കി, പ്രാണിക് ഹീലിംഗ്, ഹോളിസ്റ്റിക് ഹീലിംഗ്, അക്വപങ്ക്ചർ തുടങ്ങി ന്യൂ ഏജ് ആത്മീയതകളോട് ക്രൈസ്തവന്റെ സമീപനം എന്താകണമെന്ന് തിരുസഭ നിഷ്കർഷിക്കുന്ന പഠനരേഖകളായ ഒറാസിയോനിസ് ഫോർമാസ്, ജീസസ് ക്രൈസ്റ്റ് ദ ബെയർ ഓഫ് ദ വാട്ടർ ഓഫ് ദ ലൈഫ് എന്നിവയുടെ മലയാള പരിഭാഷയുടെ 2ാം ഭാഗം യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ വിപണിയിൽ എത്തിയിരിക്കുന്നു. ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു, ഈ കാലഘട്ടത്തിന്റെ വലിയ അനുഗ്രഹമാണിത്. പാലാരൂപതയുടെ സഹായമത്രാൻ അഭിവന്ദ് മാർ ജേക്കബ് മുരിക്കൻ പിതാവ് ഇങ്ങനെ പറഞ്ഞു, എല്ലാ അജപാലകരും സഭാംഗങ്ങളും വായിച്ചു പഠിക്കേണ്ട ഏറ്റവും അത്യാവശ്യമായ പുസ്തകമാണ് യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ. 1ാം പതിപ്പിന്റെ പ്രകാശനം നിർവഹിച്ച അഭിവന്ദ്യ ജേക്കബ് മനത്തോടത്ത് പിതാവ് അവതാരികയിൽ ഇങ്ങനെ എഴുതി, ഈ കാലഘട്ടത്തിൽ ഒരു സാധാരണ ക്രിസ്തു വിശ്വാസിയുടെ മുന്നിലെ ചതിക്കുഴികൾ എന്തൊക്കെയാണ് എന്ന് യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ വ്യക്തമായി കാണിച്ചു തരുന്നു. എന്തെന്നാൽ പാപത്തെപ്പറ്റി ശരിയായ ആശയത്തെയും ക്രിസ്തുവിലൂടെയുള്ള പാപമോചനത്തിന്റെ ആവശ്യകതയെയും ന്യൂ ഏജിൽ കീഴ്മേൽ മറിക്കുന്നു. ഈ പുസ്തകത്തെപ്പറ്റി ആർച്ച് ബിഷപ്പ് എമിററ്റസ് മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് ഇങ്ങനെ പറഞ്ഞു, ക്രിസ്ത്യൻ പ്രാർത്ഥനയുടെ അതിർത്തി രേഖയും അതിർവരമ്പുകളും ഈ രേഖയിൽ
പരിശുദ്ധ പാപ്പാമാർ കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. പുതിയ രീതിയിലുള്ള ധ്യാന രീതികൾ ആവിഷ്കരിക്കുന്നവരെ ശരിക്കും കണ്ണു തുറപ്പിക്കുന്നതാണ് യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ എന്ന പുസ്തകം. യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ എന്ന ഈ പുസ്തകത്തിന്റെ 2ാം പതിപ്പ് ഇപ്പോൾ പോസ്റ്റ് വഴി ലഭ്യമാണ്. ഈ ഡോക്യുമെന്റിനെ ആധാരമാക്കി ബഹുമാനപ്പെട്ട വൈദികരും അൽമായ ശ്രേഷ്ഠരും എഴുതിയ ആർട്ടിക്കിൾസും നവയുഗ ആത്മീയതയും ക്രിസ്തീയ ആത്മീയതയും തമ്മിലുള്ള അന്തരങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങളും അടങ്ങിയ നവയുഗ ആത്മീയത എന്ന പുസ്തകവും ഇതിനോടൊപ്പം വാങ്ങി വായിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ എന്ന പുസ്തകം അഥവാ സഭയുടെ ഡോക്യുമെന്റ് വായിച്ചു മനസ്സിലാക്കാൻ നവയുഗ ആത്മീയത എന്ന ഈ ചെറുപുസ്തകം സഹായകമായിരിക്കും. ഈ പുസ്തകത്തിന്റെ വില 50 രൂപയും യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ എന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പിക്ക് 200 രൂപയുമാണ് വില. കോപ്പികൾ ആവശ്യമുള്ളവർ 9474644577 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ആവശ്യമുള്ള കോപ്പികളുടെ എണ്ണവും വാട്സാപ്പ് മെസ്സേജായി അയക്കേണ്ടതാണ്. ഫോൺ വിളികൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ആവേ മരിയ 1944 സിസ്റ്റർ ലൂസിയ പകർത്തി എഴുതിയ ഫാത്തിമ 3 രഹസ്യം സൂക്ഷിക്കപ്പെട്ടത് ഇവിടെ. 1960 മാത്രമേ ഈ രഹസ്യം മനസ്സിലാകൂ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞെങ്കിൽ 1960 മുൻപ് ലോകത്തിലും തിരുസഭയിലും എന്ത് സംഭവിച്ചു? ഫാത്തിമ 3 രഹസ്യത്തിൽ പറയുന്ന സ്വർഗം ആഗ്രഹിക്കാതിരുന്ന സൂനഹദോസ് ഏത്? ആരാധനാക്രമങ്ങളെ തന്ത്രപൂർവം തകർത്ത സൂനഹദോസ് ഏത്? ഈ തകർച്ച ആരു വഴി സംഭവിച്ചു? തിരുസഭയുടെ ഔദ്യോഗിക ഭാഷയായ ലാറ്റിൻ തകർക്കപ്പെട്ടതിന് പുറകിലെ രഹസ്യ അജണ്ട ഏത്? ഫാത്തിമ 3 രഹസ്യത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയപ്പെടുന്ന 3 വ്യത്യസ്ത വ്യതിരക്ത വിശദീകരണങ്ങൾ ഏതെല്ലാം? ആരാണ് ഗ്രിഗറി 17 മാർപ്പാപ്പ? 1981 മെയ് 13 മുഹമ്മദ് അലി അഹ്ഗ എന്ന ഒരു വാടക കൊലയാളിയുടെ കയ്യിൽ നിന്നും ജോൺ പോൾ 2 മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റത് ഫാത്തിമയിലെ 3 രഹസ്യത്തിൽ ഇടയ കുട്ടികൾ കണ്ട മാർപ്പാപ്പയുടെ രക്തസാക്ഷിത്വമാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു. എന്താണ് ഇതിലെ വൈരുദ്ധ്യങ്ങൾ? ഈ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഫാത്തിമ 3 രഹസ്യത്തിലെ ഇനിയും മറഞ്ഞിരിക്കുന്ന ഭാഗമേത്? ഫാത്തിമ 3 രഹസ്യത്തിന്റെ കയ്യെഴുത്തു പ്രതി നശിപ്പിച്ചു കളഞ്ഞു എന്ന് ആധികാരിക സാക്ഷ്യങ്ങൾ. ഇതെല്ലാം സത്യമെങ്കിൽ സത്യത്തിൽ എന്താണ് ഫാത്തിമ 3 രഹസ്യം? ഫാത്തിമ 3 രഹസ്യത്തിന്റെ മറയ്ക്കപ്പെട്ടിരിക്കുന്ന കാതലായ ഭാഗങ്ങൾ ഏതെല്ലാം? ഈ പ്രസ്താവനകളുടെ എല്ലാം ആധികാരികമായ ഉറവിടങ്ങളേത്? ഇപ്രകാരമുള്ള അനേകം നിഗൂഢ രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്ന ഫാത്തിമ 3 രഹസ്യം ചുരുളഴിയുന്നു എന്ന പുസ്തകം കേരളത്തിലുടനീളം ലഭ്യമാണ്. മാത്രമല്ല ബാംഗ്ലൂർ, ബോംബെ, ഡൽഹി, കോയമ്പത്തൂർ, ഗോവ, ഗുജറാത്തിലെ ജാംനഗർ, ആന്ധ്രാപ്രദേശ് എന്നീ സ്ഥലങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് USA-യിലെ ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും ഓസ്ട്രേലിയ, UAE, അയർലൻഡ്, ന്യൂസിലൻഡ്, വിയന്ന, UK എന്നിവിടങ്ങളിലും ലഭ്യമാണ്. കോപ്പികൾ ആവശ്യമുള്ളവർ 9447644577 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ആവശ്യമുള്ള കോപ്പികളുടെ എണ്ണവും വാട്സാപ്പ് മെസ്സേജായി പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ഈ പുസ്തകത്തിന്റെ വിതരണത്തിനായി ശുശ്രൂഷകരെ ആവശ്യമുണ്ട്. താല്പര്യമുള്ളവർ മേൽപ്പറഞ്ഞ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആവേ മരിയ.